പഞ്ചവർണ്ണങ്ങളിൽ ചമയക്കൂട്ട് കമനീയം ഈ കളമെഴുതിപ്പാട്ട്. നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. തെള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടമ്പലത്തിൽ വൃശ്ചികം 1 ആരംഭിച്ച കളമെഴുതിപ്പാട്ട് ധനുമാസം കടന്ന് 41 പ്രകൃതി കൂട്ടുകളാൽ പഞ്ചവർണ്ണത്തിൽ ഭദ്രകാളി രൂപം വരച്ച് ദേവീസ്തവങ്ങൾ പാടി എല്ലാ ദിവസവും ദീപാരാധനയ്ക്ക് ശേഷം കമുകൻ പൂക്കരയാൽ കളം വായിക്കുന്നു. 40 ദിവസവും ഓരോ കുടുംബങ്ങൾ വഴിപാടായി കളമെഴുതുമ്പോൾ 41 ദിനം ഭക്തർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഈ അനുഷ്ഠാനം. ഡിസംബർ 26 ഇത്തവണത്തെ 41 കളമെഴുതിപ്പാട്ട്. കളമെഴുത്ത് അനുഷ്ഠാനം പോലെ തന്നെ ഭാവാനുപൂർണമായ ഒരു കലാരൂപവുമാണ്. പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിച്ചാണ് പഞ്ചവർണ്ണം തീർക്കുന്നത്. വെള്ള നിറത്തിന് അരിപ്പൊടിയും, മഞ്ഞയ്ക്ക് മഞ്ഞൾപ്പൊടിയും, കറുപ്പിന് ഉമിക്കരിയും, ചുവപ്പിന് സിന്ദൂരവും, പച്ചയ്ക്ക് വാകയില ഉണക്കിപ്പൊടിച്ചതുമാണ് പഞ്ചവർണ്ണങ്ങൾ. ഈ പഞ്ചവർണ്ണത്തിൽ കളമെഴുതുന്നത് മാങ്കൊമ്പ് പ്രകാശ് എന്ന കലാകാരനാണ്. ഭദ്രകാളിപ്പട്ട് മുകളിൽ വിതാനിച്ച്, കുരുത്തോല അലങ്കരിച്ച്, കമുകിൻ പൂക്കുല, 8 നാളികേരം, 2 കരിക്ക്, 7 നിലവിളക്ക്, ഗണപതിയൊരുക്ക്, വെറ്റയും പാക്കും എന്നിവയെല്ലാം ഒരുക്കിയാണ് കളമെഴുതിപ്പാട്ട് നടത്തുന്നത്. ചെണ്ടയും കൈമണിയും ശംഖും വാദ്യമാക്കി ആൽത്തറയിൽ പൂജ നടത്തി അമ്പലം വലം വെച്ച് അകത്ത് കടന്ന് ചേങ്ങില കൊട്ടിപ്പാടും. ദേവീസ്തവങ്ങളാണ് കളമെഴുതി പാടുന്നത്. പിന്നീട് അനുവാദമോടെ കളം മായ്ക്കലാണ് നടത്തുക. കളമെഴുതിപ്പാട്ടിന് സമാപനമായി 20 മുതൽ 26 വരെ പാട്ടമ്പലത്തിൽ പടയണിയും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി.